ജെകെആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് ലീഗൽ മെട്രോളജി തസ്തികയിലേക്കുള്ള ക്ലാസ്സുകളാണ് ആരംഭിച്ചിട്ടുള്ളത്. ക്ലാസ്സുകളെല്ലാം തന്നെ നിലവിൽ ആരംഭിച്ചിട്ടുള്ള ക്ലാസ്സുകളെല്ലാം തന്നെ കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് റാങ്ക് ഫയൽ. എക്സാം ക്രാക്കറായിട്ടാണ് റാങ്ക് ഫയൽ തയ്യാറായിട്ടുള്ള ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ വളരെ പ്രധാനപ്പെട്ട ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലീഗൽ മെട്രോളജി എൻഫോഴ്സ്മെന്റ് നിലവിൽ വന്ന വർഷം ഏത്? ലീഗൽ മെട്രോളജി എൻഫോഴ്സ്മെന്റ് നിയമങ്ങൾ നിലവിൽ വന്ന വർഷം ഏത്? 4 ഓപ്ഷൻ താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? കേരള ലീഗൽ മെട്രോളജി എൻഫോഴ്സ്മെന്റ് നിയമങ്ങൾ നിലവിൽ വന്ന വർഷം ഏത്? ഏതാണ് ശരി ഉത്തരം? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, 2012. കേരളത്തില് ലീഗൽ മെട്രോളജി ആക്ട് നടപ്പിലാക്കുന്നതിനായി 2012 എൻഫോഴ്സ്മെന്റ് റൂൾസ് പ്രാബല്യത്തിൽ വന്നു. അടുത്ത ചോദ്യം, കേരള ലീഗൽ മെട്രോളജി എൻഫോഴ്സ്മെന്റ് റൂൾസിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? കേരള ലീഗൽ മെട്രോളജി എൻഫോഴ്സ്മെന്റ് റൂൾസിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, ശരിയായ തൂക്കവും അളവും ഉറപ്പാക്കൽ. അതായത് ഉപഭോക്തൃ സംരക്ഷണത്തിനും ന്യായമായ വ്യാപാരത്തിനുമായി ഈ നിയമങ്ങൾ രൂപീകരിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യം, കേരളത്തില് ലീഗൽ മെട്രോളജി നടപ്പിലാക്കുന്ന വകുപ്പ് ഏത്? കേരളത്തില് ലീഗൽ മെട്രോളജി നടപ്പിലാക്കുന്ന വകുപ്പ് ഏതാണ്? ആർക്കെങ്കിലും അറിയാവോ ഏതാ വകുപ്പാണെന്ന്? ആരോഗ്യ വകുപ്പാണോ, ലീഗൽ മെട്രോളജി വകുപ്പാണോ, അതോ വിദ്യാഭ്യാസ വകുപ്പാണോ, റവന്യൂ വകുപ്പാണോ? ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്? ലീഗൽ മെട്രോളജി വകുപ്പ് തന്നെയാണ് അല്ലേ. തൂക്ക അളവുകളുമായി ബന്ധപ്പെട്ട പരിശോധനകളും നടപടികളും ഒക്കെ ഈ വകുപ്പ് നിർവഹിക്കുന്നു. പ്രത്യേകം ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, തൂക്ക അളവ് ഉപകരണങ്ങളുടെ പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥൻ ആരാണ്? തൂക്ക അളവ് ഉപകരണങ്ങളുടെ പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥൻ ആരാണ്? ഇങ്ങനെ ഒരു ചോദ്യം കണ്ടാൽ പെട്ടെന്ന് പാനിക്കാകാതെ അതിന് കൃത്യമായുള്ള ഉത്തരം നമ്മുടെ ഓപ്ഷനിൽ നിന്ന് തെരഞ്ഞെടുത്ത് എഴുതുക. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ ആണല്ലേ. തൂക്ക അളവ് ഉപകരണങ്ങളുടെ പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥൻ ആരാണ്? ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ. അളവ് ഉപകരണങ്ങളുടെ വേരിഫിക്കേഷൻ നടത്തുന്നത് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ ആണ്. അടുത്ത ചോദ്യം, വ്യാപാര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന തൂക്ക യന്ത്രങ്ങൾ എന്തു ചെയ്യണം? വ്യാപാര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന തൂക്ക യന്ത്രങ്ങൾ എന്തു ചെയ്യണം? എന്ത് ചെയ്യണം? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, വേരിഫിക്കേഷൻ നടത്തണം അല്ലേ. നിയമാനുസൃതമായ ഉപയോഗത്തിനായിട്ട് വേരിഫിക്കേഷൻ നിർബന്ധമാണ്. അപ്പോൾ വ്യാപാര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന തൂക്കയന്ത്രങ്ങൾ വേരിഫിക്കേഷൻ നടത്തണം, അത് നിർബന്ധമാണ്. അടുത്ത ചോദ്യം, വേരിഫിക്കേഷൻ നടത്തിയ ശേഷം എന്താണ് നൽകുന്നത്? ആർക്കെങ്കിലും അറിയാവോ വേരിഫിക്കേഷൻ നടത്തിയതിനു ശേഷം എന്താണ് നൽകുന്നതെന്ന്? 4 ഓപ്ഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, വേരിഫിക്കേഷൻ സ്റ്റാമ്പ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്. ഉപകരണം കൃത്യമാണെന്ന് തെളിയിക്കുന്നതിനാണ് സ്റ്റാമ്പ് നൽകുന്നത്. അടുത്ത ചോദ്യം, ഡീലർ ലൈസൻസ് ആവശ്യമായത് ആർക്കാണ്? ഈ ഡീലർ ലൈസൻസ് ഒക്കെ ആവശ്യമായത് ആർക്കാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ, തൂക്ക അളവ് ഉപകരണങ്ങൾ വിൽക്കുന്നവർക്ക്. അതായത് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് ഉപകരണങ്ങൾ വിൽക്കാൻ ലൈസൻസ് ആവശ്യമാണ്. അപ്പോൾ ഡീലർ ലൈസൻസ് ആവശ്യമായത് ആർക്കാണ്? തൂക്ക അളവ് ഉപകരണങ്ങൾ വിൽക്കുന്നവർക്ക്. ഓർത്തിരിക്കണം കേട്ടോ. അടുത്ത ചോദ്യം, റിപ്പയറർ ലൈസൻസ് ആർക്കാണ് ആവശ്യമായത്? റിപ്പയറർ ലൈസൻസ് ആർക്കാണ് ആവശ്യമായത്? റിപ്പയറർ ലൈസൻസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും പലരും, പക്ഷെ അത് ആർക്കാണ് ആവശ്യമായത് എന്ന് പലർക്കും അറിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, ആർക്കാണ് ആവശ്യമായത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഉപകരണങ്ങള് നന്നാക്കുന്നവർക്ക് അല്ലേ. തൂക്ക അളവ് ഉപകരണങ്ങളൊക്കെ അറ്റകുറ്റപ്പണി ചെയ്യുന്നവർക്ക് റിപ്പയറർ ലൈസൻസ് വേണം. അപ്പോൾ റിപ്പയറർ ലൈസൻസ് ആർക്കാണ് ആവശ്യമായത്? ഉപകരണങ്ങള് നന്നാക്കുന്നവർക്ക്. അടുത്ത ചോദ്യം, മാനുഫാക്ചർ ലൈസൻസ് ആർക്കാണ് വേണ്ടത്? മാനുഫാക്ചർ ലൈസൻസ് ആർക്കാണ് വേണ്ടത്? 4 ഓപ്ഷൻ ഉണ്ട്. ഇതിന്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? മാനുഫാക്ചർ ലൈസൻസ് ആർക്കാണ് വേണ്ടത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചിന്തിച്ചാൽ പെട്ടെന്ന് ഉത്തരം കിട്ടും. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ, ഉപകരണങ്ങൾ നിർമ്മിക്കുന്നവർക്ക്. ഉപകരണങ്ങൾ നിർമ്മിക്കുന്നവർ, അതായത് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് നിർമ്മിക്കുന്ന സ്ഥാപനങ്ങൾ ലൈസൻസ് എടുക്കണം. അപ്പോൾ മാനുഫാക്ചർ ലൈസൻസ് ആർക്കാണ് വേണ്ടത്? ഉപകരണങ്ങൾ നിർമ്മിക്കുന്നവർക്ക്. അടുത്ത ചോദ്യം, പരിശോധന നടത്താത്ത തൂക്ക യന്ത്രം ഉപയോഗിക്കുന്നത് എന്താണ്?
പരിശോധന നടത്താത്ത തൂക്കയന്ത്രം ഉപയോഗിക്കുന്നത് എന്താണ്? അതിന് എന്താ പറയുന്നത്? അങ്ങനെ പരിശോധന നടത്താത്ത തൂക്കയന്ത്രം ഉപയോഗിക്കുന്നത് എന്താണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? അത് നിയമലംഘനമാണ് അല്ലേ? വെരിഫിക്കേഷൻ ഇല്ലാത്ത ഉപകരണങ്ങൾ വ്യാപാരത്തിൽ ഉപയോഗിക്കുന്നത് കുറ്റകരമാണ്. അപ്പോൾ പരിശോധന നടത്താത്ത തൂക്കയന്ത്രം ഉപയോഗിക്കുന്നത് അത് നിയമലംഘനമാണ്. പ്രത്യേകം ഓർത്തിരിക്കണം കേട്ടോ. അടുത്ത ചോദ്യം. കേരള എൻഫോഴ്സ്മെന്റ് റൂൾസ് പ്രകാരം പരിശോധന സാധാരണയായി എത്ര ഇടവേളയിൽ നടത്തണം? കേരള എൻഫോഴ്സ്മെന്റ് റൂൾസ് പ്രകാരം പരിശോധന സാധാരണയായി എത്ര ഇടവേളയിൽ നടത്തണം? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, നിശ്ചിത കാലയളവിൽ. അതായത് ഉപകരണങ്ങളുടെ കൃത്യത നിലനിർത്താൻ ഇടയ്ക്കിടെ പരിശോധന നിർബന്ധമാണ്. കേരള എൻഫോഴ്സ്മെന്റ് റൂൾസ് പ്രകാരം പരിശോധന സാധാരണയായി എത്രയാണ്? നിശ്ചിത കാലയളവില് ഇടവേളയിൽ നടത്തണം. അപ്പോൾ ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം. ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിന് എന്ത് അധികാരമുണ്ട്? ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിന് എന്ത് അധികാരമാണുള്ളത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം അല്ലേ? അതായത് പരിശോധന നടത്താൻ അധികാരമുണ്ട്, ഉപകരണങ്ങൾ പിടിച്ചെടുക്കാൻ അധികാരമുണ്ട്, പിഴ ചുമത്താൻ അധികാരമുണ്ട്. അപ്പോൾ ഇതെല്ലാം ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിന് അധികാരമുള്ളവയാണ്. നിയമലംഘനം കണ്ടെത്തിയാൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാം. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ ഏത് നിയമലംഘനമാണ്? താഴെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ? അതിൻ്റെ അകത്ത് നിയമലംഘനമാണ്. ഏതാണ് നിയമലംഘനം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണെന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ. മുകളിൽ പറഞ്ഞ എല്ലാ നിയമലംഘനമാണ്. അതായത് തെറ്റായ തൂക്കങ്ങൾ ഉപയോഗിക്കല്, ലൈസൻസ് ഇല്ലാതെ വിൽപ്പന നടത്തല്, വെരിഫിക്കേഷൻ ഇല്ലാതെ ഉപകരണം ഉപയോഗിക്കൽ, ഇതൊക്കെ നിയമലംഘനമാണ്. ഇവയെല്ലാം എൻഫോഴ്സ്മെന്റ് റൂൾസ് ലംഘനങ്ങളാണ്. പ്രത്യേകം ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം. കേരള ലീഗൽ മെട്രോളജി നിയമങ്ങളുടെ പ്രധാന ഗുണം എന്താണ്? കേരള ലീഗൽ മെട്രോളജി നിയമങ്ങളുടെ പ്രധാന ഗുണം എന്താണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ അല്ലേ? അതായത് ഉപഭോക്തൃ സംരക്ഷണം, വ്യാപാരത്തിലെ വിശ്വാസ്യത, ശരിയായ അളവുകൾ ഉറപ്പാക്കൽ, ഇതൊക്കെ എന്താണ്? കേരള ലീഗൽ മെട്രോളജി നിയമങ്ങളുടെ പ്രധാന ഗുണങ്ങളാണ്. ശരിയായ തൂക്കവും അളവും ഉറപ്പാക്കി ഉപഭോക്തൃ വിശ്വാസം വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ഇതിലൂടെ എന്താണ്? ശരിയായ തൂക്കവും അളവൊക്കെ ഉറപ്പാക്കി ഉപഭോക്തൃ വിശ്വാസമൊക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. അടുത്ത ചോദ്യം. തൂക്ക അളവ് ഉപകരണങ്ങൾ സീൽ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണ്? തൂക്ക അളവ് ഉപകരണങ്ങളൊക്കെ സീൽ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അത് എന്തിനാണ്? അതിന്റെ ഉദ്ദേശം എന്താണ്? അങ്ങനെ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, കൃത്യത ഉറപ്പാക്കാൻ. അതായത് സീൽ ചെയ്ത ഉപകരണങ്ങൾ നിയമപരമായി അംഗീകരിച്ചതാണ് എന്ന് ഇത് സൂചിപ്പിക്കുന്നു. അപ്പോൾ തൂക്ക അളവ് ഉപകരണങ്ങൾ സീൽ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണ്? കൃത്യത ഉറപ്പാക്കാൻ. അടുത്ത ചോദ്യം. ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റ് ഉപഭോക്താവിന് എന്ത് സഹായം നൽകുന്നു? ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റ് ഉപഭോക്താവിന് എന്ത് സഹായം നൽകുന്നു? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ, മുകളിൽ പറഞ്ഞവയെല്ലാം. അതായത് പരാതികള് പരിഹരിക്കല്, തെറ്റായ അളവുകൾക്കെതിരെ നടപടി, ബോധവൽക്കരണം. അതായത് ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റ് ഉപഭോക്താവിന് പരാതി പരിഹരിക്കാൻ സഹായം നൽകുന്നു, തെറ്റായ അളവുകൾക്കെതിരെ നടപടിയെടുക്കാൻ സഹായം നൽകുന്നു, ബോധവൽക്കരണത്തിനുള്ള സഹായം നൽകുന്നു. അപ്പോൾ ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വകുപ്പ് പ്രവർത്തിക്കുന്നു. അങ്ങനെ ഓർത്താൽ മതി. ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വകുപ്പ് പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇതെല്ലാം സഹായങ്ങളായിട്ട് ഇങ്ങനെയുള്ള സഹായങ്ങളെല്ലാം തന്നെ നൽകുന്നു. അടുത്ത ചോദ്യം. ലൈസൻസ് ഇല്ലാതെ തൂക്ക അളവ് ഉപകരണങ്ങൾ വിൽക്കുന്നത് എന്താണ്? ലൈസൻസ് ഇല്ലാതെ, ഇപ്പോൾ ലൈസൻസ് ഇല്ലാതെ തൂക്ക അളവ് ഉപകരണങ്ങളൊക്കെ വിൽക്കുന്നത് അത് എന്താണ്? താഴെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിന് എന്താണ് ഈ ഓപ്ഷനകത്ത്? ഏതാണ് ശരി ഉത്തരം? ഏതാണ്? അത് കുറ്റകരമാണ് അല്ലേ? ലൈസൻസ് ഇല്ലാതെ തൂക്ക അളവ് ഉപകരണങ്ങളൊക്കെ വിൽക്കുന്നത് അത് കുറ്റകരമാണ്. ലൈസൻസ് ഇല്ലാത്ത വ്യാപാരം എൻഫോഴ്സ്മെന്റ് റൂൾസ് ലംഘനമാണ്. അടുത്ത ചോദ്യം. സ്റ്റാമ്പിംഗ് ഫീ എന്നത് എന്താണ്? പലപ്പോഴും കണ്ടിട്ടുണ്ട് സ്റ്റാമ്പിംഗ് ഫീ. അത് എന്നത് എന്താണ് എന്ന് പലർക്കും അറിയില്ല. എന്താണത് സ്റ്റാമ്പിംഗ് ഫീ എന്ന് പറഞ്ഞാൽ? 4 ഓപ്ഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? ഏതാണ്? വെരിഫിക്കേഷൻ സമയത്ത് ഈടാക്കുന്ന ഫീസ് അല്ലേ? അതായത് പരിശോധനയും സ്റ്റാമ്പിംഗ് ഒക്കെ നടത്തുന്നതിനായി സർക്കാർ ഫീസ് ഈടാക്കുന്നു. അത് എന്താണ് സ്റ്റാമ്പിംഗ് ഫീസ് എന്നത്? വെരിഫിക്കേഷൻ സമയത്ത് ഈടാക്കുന്ന
ഫീസ്. അതായത് പരിശോധനയും സ്റ്റാമ്പിംഗ് ഒക്കെ നടത്തുന്നതിനായിട്ട് സർക്കാർ ഫീസ് ഈടാക്കുന്നു. അടുത്ത ചോദ്യം, കേരള ലീഗൽ മെട്രോളജി വകുപ്പ് പ്രധാനമായും ആരെ സംരക്ഷിക്കുന്നു? ആരെയാണ് കേരള ലീഗൽ മെട്രോളജി വകുപ്പ് പ്രധാനമായിട്ടും സംരക്ഷിക്കുന്നത്? 4 ഓപ്ഷൻ താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ്. ഉപഭോക്താക്കളെയാണ് സംരക്ഷിക്കുന്നത് അല്ലെ. തെറ്റായ തൂക്കളവുകളിൽ നിന്ന് ഉപഭോക്താക്കളെ സംരക്ഷിക്കുകയാണ് പ്രധാന ലക്ഷ്യം. അപ്പോൾ കേരള ലീഗൽ മെട്രോളജി വകുപ്പ് പ്രധാനമായും ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നു. അടുത്ത ചോദ്യം, കേരള ലീഗൽ മെട്രോളജി എൻഫോഴ്സ്മെന്റ് റൂൾസ് പ്രകാരം ശിക്ഷ ലഭിക്കാവുന്നവയിൽ ഏത് ഉൾപ്പെടും? അതായത് ഈ കേരള ലീഗൽ മെട്രോളജി എൻഫോഴ്സ്മെന്റ് റൂൾസിന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷ ലഭിക്കാവുന്നതിൽ ഏത് ഉൾപ്പെടും? താഴെ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏത് ഉൾപ്പെടും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് ഉൾപ്പെടുന്നേ? മുകളിൽ പറഞ്ഞവയെല്ലാം. അതായത് പിഴ അത് പ്രകാരം ശിക്ഷ ലഭിക്കാവുന്ന അവയിൽ ഉൾപ്പെടുന്നതാണ്. ലൈസൻസ് റദ്ദാക്കല്, അതുപോലെ തന്നെ ഉപകരണങ്ങൾ പിടിച്ചെടുക്കല്, ഇതൊക്കെ ശിക്ഷ ലഭിക്കാവുന്നതിൽ ഉൾപ്പെടും. അതായത് നിയമലംഘനങ്ങൾക്ക് വിവിധ തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാം. അതിൽ ഒന്നാണ് പിഴ, 2 ലൈസൻസ്, 3 ഉപകരണങ്ങൾ പിടിച്ചെടുക്കല്. മുകളിൽ പറഞ്ഞവ എല്ലാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.